അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നാം ജീവിക്കുന്ന ഈ കാലത്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള വളരെ വലിയ ഒരു സൗകര്യമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങളെ പരിമിതികളേതുമില്ലാതെ ഈ ലോകത്തുള്ള എല്ലാവരുമായും പങ്കുവെക്കാൻ കഴിയുന്ന ഒരു സംവിധാനം. ആലോചിച്ച് തീരുമാനിച്ച ഉടനെ തന്നെ ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരിലേക്ക് വേണമെങ്കിൽ സന്ദേശങ്ങൾ പ്രസരിപ്പിക്കാൻ കഴിയുന്ന സംവിധാനം. ഇത്ര സൗകര്യം ഈ രംഗത്തുണ്ടാകുമെന്ന് നമ്മുടെ മുൻഗാമികൾക്ക് ആഗ്രഹിക്കാൻ പോലും ഒരുപക്ഷെ സാധിച്ചിട്ടുണ്ടാവുകയില്ല. എന്നാൽ ഏതൊരനുഗ്രഹവും അത് അനുഗ്രഹവും സൗകര്യവുമാകുന്നത് പോലെ അതൊരു പരീക്ഷണവും കൂടിയാണ്. എങ്ങനെയാണ് ആ സൗകര്യങ്ങളെ, ആ അനുഗ്രഹങ്ങളെ ഉപയോഗിക്കുന്നത് എന്നതാണ് പരീക്ഷണം. നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ അതല്ലെങ്കിൽ നമ്മുടെ മേശപ്പുറത്തുള്ള കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടോ ഒക്കെ ഈ ലോകത്തോട് നാം സംസാരിക്കുമ്പോൾ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ, ഫേസ്ബുക്കിലൂടെ, യൂട്യൂബിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ട്വിറ്ററിലൂടെ, അങ്ങനെ നമ്മുടെ കൈവശമുള്ള എല്ലാ സംവിധാനങ്ങളിലൂടെയും നാം ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ പ്രപഞ്ചനാഥൻ റെക്കോർഡാക്കുന്ന ഒരു സംവിധാനത്തെക്കുറിച്ച് നാം ഓർക്കാറുണ്ടോ? നാം പറയുന്ന കാര്യങ്ങൾക്ക് ഉണ്ടാകുന്ന പരിണിതി എന്താണ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? നമ്മിൽ നിന്ന് വരുന്ന ഒരു വാർത്ത കൊണ്ട്, നാം പറയുന്ന ഒരു വാക്കുകൊണ്ട് ഈ സമൂഹത്തിൽ ഉണ്ടാകുന്ന പ്രതികരണങ്ങളും പ്രതിഫലനങ്ങളും എന്താണ് എന്ന് നാം ചിന്തിക്കാറുണ്ടോ? ചിന്താപൂർവം മാത്രം ഉപയോഗപ്പെടുത്തേണ്ടുന്ന ഒരു ഉപകരണമാണ് അല്ലെങ്കിൽ സംവിധാനമാണ് നമ്മുടെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. നമ്മുടെ നോമ്പും നമ്മുടെ നമസ്കാരവും നമ്മുടെ ദിക്റുകളും നമ്മുടെ സ്വലാത്തും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരുപക്ഷെ നഷ്ടപ്പെടുത്തി കളയാൻ ഈ രംഗത്തുള്ള സൂക്ഷ്മതക്കുറവ് കാരണമായേക്കാം. എന്നാൽ നമ്മുടെ പുണ്യങ്ങളെ വർദ്ധിപ്പിക്കാൻ, ഇരട്ടിയാക്കാൻ, അനേകം ജനങ്ങളിലേക്ക് നന്മ പ്രസരിപ്പിക്കാൻ ഇതേ മീഡിയയെ തന്നെ നമുക്ക് ഉപയോഗപ്പെടുത്തുകയും ചെയ്യാം. കത്തി പോലെ തന്നെയാണ് അത്. കറിക്കരിയുമ്പോൾ പ്രയോജനകരവും രക്തം ചിന്തുമ്പോൾ നാശകാരിയുമായി തീരും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മുടെ കയ്യിൽ ലഭിച്ചിട്ടുള്ള ഈ സൗകര്യത്തെ പടച്ച തമ്പുരാന്റെ തൃപ്തി അനുസരിച്ചുകൊണ്ട് അതിനെ പ്രയോജനപ്പെടുത്താൻ ഉള്ള അറിവും കഴിവും തൻ്റെടവും പ്രപഞ്ചനാഥൻ നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂക്ഷ്മതയുള്ള അടിയാറുകളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.